ഹായ് ഫ്രണ്ട്സ്, മഴതോര് മുമ്പേ സീരിയലിലെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയെ സ്റ്റാലിയുടെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിച്ചിരിക്കുകയാണ് ബാലചന്ദ്രൻ. കുളത്തൂപ്പുഴയിലെ സ്റ്റാലിയുടെ വീട്ടിൽ അലീന ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അലീനയെ സ്റ്റാലി മകളായി അംഗീകരിച്ചുവെന്നും വീട്ടിൽ താമസിപ്പിക്കാൻ പോവുകയാണെന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ വല്യപ്പച്ചൻ വരികയും അലീനയെ കാണുകയും അലീനയെ കണ്ട് ഇഷ്ടപ്പെടുകയും അലീനയോട് ഒരുപാട് സംസാരിക്കുകയും അതുകൊണ്ട് മനസ്സുകൊണ്ടും അലീനയെ ആത്മാർത്ഥമായി ചേർത്ത് നിർത്തിയ ആളാണ് വല്യപ്പച്ചൻ. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളും മോളുടെ പേരിലുണ്ടായാലും അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്നൊരു ഉറപ്പും കൂടി അലീനയ്ക്ക് വല്യപ്പച്ചൻ നൽകുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഒരു ദിവസം അപ്പച്ചൻ വളരെ പേടിച്ചുകൊണ്ട് തന്നെ അലീനയുടെ അടുത്തേക്ക് ചെന്നു. എന്തോ ഒരു പന്തികേടുള്ളതായിട്ട് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വല്യപ്പച്ച, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ആകെ പ്രശ്നമായിരിക്കാം മോളെ, നീ ഇവിടെ താമസിക്കുന്ന കാര്യം ലാലച്ചന്റെ ഭാര്യയും കുട്ടികളൊക്കെ അറിഞ്ഞു. അവർക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുമില്ല. എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്ന് മോളെ ഇറക്കി വിടാനുള്ള സാധ്യതയുണ്ട് എന്നിങ്ങനെ അപ്പച്ചൻ പറയുമ്പോഴേക്കും അവരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്ന് എന്നെയും പപ്പയും ഇവിടുന്ന് അടിച്ചു ഓടിക്കുവോ എന്നിങ്ങനെ അലീന തിരിച്ചു ചോദിക്കുകയാണ്. ലാലച്ചനെ തൊടാനുള്ള ധൈര്യമൊന്നും ആ വീട്ടിൽ ആർക്കുമില്ല. പക്ഷേ നിന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് വല്ലാത്ത വിഷമം. ലാലച്ചന്റെ ഭാര്യ വീട്ടുകാർ രണ്ടും കൽപ്പിച്ച് ഒരുങ്ങി ഇറങ്ങിയിരിക്കാം മോളെ. എന്ത് ചെയ്തിട്ടാണെങ്കിലും നിന്നെ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് അവർ ശപഥം ചെയ്തേക്കുന്നത് എന്നിങ്ങനെ സങ്കടത്തോടെ തന്നെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ഓർത്ത് വല്യപ്പച്ചൻ പേടിക്കണ്ട. അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് ദുഃഖമൊന്നും ഇല്ല വല്യപ്പച്ച. പപ്പയുടെ ഭാര്യ വീട്ടുകാർ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നെ ഇവിടുന്ന് ഇറക്കി വിടുവാണെങ്കിൽ ഇറക്കി വിട്ടോട്ടെ. എനിക്ക് അച്ഛനെന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഒരു ഫോൺ കോൾ മതി. എന്നെ അച്ഛൻ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോകും എന്നിങ്ങനെ പറയുന്നുണ്ട് അലീന. എന്നാൽ അലീനയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ പോലും അവധിക്കുട്ടിച്ചായന്റെ സങ്കടമാണ് കേട്ടോ വരുന്നത്. അവധിക്കുട്ടിച്ചായന്റെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ അലീന, നിന്നെ അങ്ങനെ പറഞ്ഞു വിടുന്നത് എനിക്ക് സഹിക്കത്തില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് മോളുടെ അമ്മ വൈജയന്തിയുടെ അമ്മാവൻ രാവുണ്ണി മേനോൻ എന്നോട് പറഞ്ഞതാണ് നിന്നെ സ്വീകരിക്കണമെന്നും നിന്നെ ഏറ്റെടുത്ത് വളർത്തണമെന്നും ഒക്കെ. അന്ന് ഞാനത് കേട്ടില്ല. ലാലിച്ചിന് ഇങ്ങനെ ജനിച്ച ഒരു കുഞ്ഞിനെ വേണ്ടെന്നും അന്ന് അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ പറഞ്ഞ അത്രയും വലിയൊരു പാപം ചെയ്തത് ഞാനാ മോനെ. അതുകൊണ്ട് ചെയ്തു പോയ തെറ്റിനെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതിന് മോൾ ഇവിടെ തന്നെ ഉണ്ടാവണം. മോളെ പറഞ്ഞുവിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ കൂടെ ഈ അപ്പച്ചനുണ്ടാകും എന്തിനും ഏതിനും എന്നിങ്ങനെ ഒതുക്കുട്ടിച്ചായൻ പറയുന്നത് കേട്ട് അലീന ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഇത്രയും നാളും മോൾ അനുഭവിക്കേണ്ടി വന്ന ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം കാരണക്കാരൻ ഞാനും കൂടിയാണല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ലാലിച്ചനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവതക്കുട്ടി നേരെ ലാലിച്ചന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എടാ ലാലിച്ച, നിന്റെ ഭാര്യയും മക്കളും ഒക്കെ അലീന ഇവിടെയുള്ള വിവരം അറിഞ്ഞു. അതുകൊണ്ട് അവരുടനെ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വന്ന് വലിയൊരു പ്രശ്നമാക്കുമെന്നൊക്കെയാ പറയുന്നത് കേട്ടെ. അലീന ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് അവർ ശപഥം ചെയ്തേക്കുകയാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ മോളെ ഇവിടുന്ന് ഇറക്കി വിടാൻ അവർക്ക് ആരാ അപ്പച്ച അധികാരം കൊടുത്തത്? അങ്ങനെ എന്നെ ധിക്കരിച്ച് എൻ്റെ മോളെ അവരിവിടുന്ന് ഇറക്കി വിടുന്ന എനിക്കൊന്ന് കാണണം. എൻ്റെ ഭാര്യ എൽസമ്മ വിചാരിച്ചാൽ പോലും അതൊന്നും നടക്കില്ല അപ്പച്ച എന്നിങ്ങനെ സ്റ്റാൻലി പറയുമ്പോഴേക്കും, എടാ അതിനവൾ ഒറ്റയ്ക്കല്ലല്ലോ വരുന്നത്, കൂടെ അവളുടെ ആങ്ങളമാരും ഉണ്ടാവില്ലേ? ഇനി അവന്മാരും വല്ല പള്ളിയിലച്ചനോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരുമെന്നാ എൻ്റെ പേടി. നിനക്കറിയാവല്ലോ അവന്മാരുടെ സ്വഭാവം, തല്ലാനും കൊല്ലാനും മടിയില്ലാത്തവന്മാരാ. അവന്മാർ ഇനി നിന്നെ ഇടിക്കുമെന്നാ എൻ്റെ പേടി എന്നിങ്ങനെ അപ്പച്ചൻ പറയുമ്പോഴേക്കും, അതിനുള്ള ധൈര്യമൊക്കെ അവന്മാർക്ക് ഉണ്ടാവും അപ്പച്ച. എന്തായാലും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരട്ടെ. എല്ലാവരെയും നേരിടാൻ ഈ കേണലിന് ഒറ്റയ്ക്ക് അറിയാം. ആരെയും എനിക്ക് പേടിയില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ് സ്റ്റാൻലി. പിന്നീട് അലീന സ്റ്റാൻലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവധക്കുട്ടിച്ചായൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് തന്നെ അലീന നല്ല ടെൻഷനിലാണ്. താൻ കാരണം ഇനി ഈ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് തന്നെ അലീന സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, പാപ്പ, ഞാൻ കാരണം ഇനി ഒരു പ്രശ്നം വേണ്ട. എന്നെ വല്ല ഹോസ്റ്റലിലും കൊണ്ടാക്കിയേരെ. ഞാൻ വല്ല ഹോം നേഴ്സുമായിട്ട് ജോലിക്ക് പോയിട്ടാണെങ്കിലും ജീവിച്ചോളാം. പപ്പയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും ഞാനൊരു ശല്യവും ആവുന്നില്ല. എന്തിനാ വെറുതെ? ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ടല്ലേ അവരിപ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതാകുമ്പം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ പപ്പ. ഞാൻ വല്ല ഹോസ്റ്റലിലും നിന്നോളാം എന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റാൻലി ഗൗരവത്തോടെ തന്നെ അലീനയോട് പറയുന്നുണ്ട്, നിന്നെ എങ്ങോട്ടേക്കും പറഞ്ഞു വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തന്നെ ഞങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. അല്ലാതെ നീ വന്നതിന് ശേഷമല്ല ഇതൊക്കെ തുടങ്ങിയത്. അത് തന്നെയുമല്ല, ഇനി നിന്നെ ഒരു അനാഥത്വത്തിലേക്ക് തള്ളിവിടാൻ എനിക്കാവില്ല മോളെ. നീ എന്നെ വിട്ടു പോകരുത്. നിന്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ നോക്കൂന്നുള്ളൊരു ഉറപ്പ് ഞാൻ മിസ്റ്റർ ബാലചന്ദ്ര മേനോന് നൽകിയിട്ടുണ്ട്. ആ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റത്തുള്ളൂ. നീ എൻ്റെ സ്വന്തം മോളല്ലേ. ഇത്രയും നാളും നീ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം ഇനി അങ്ങോട്ടേക്ക് നിനക്ക് നല്ലൊരു ജീവിതം നൽകണമെന്നാ എൻ്റെ ആഗ്രഹം. ഞാൻ നിന്റെ സ്വന്തം പപ്പയല്ലേ. ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ മോളെ എന്ന് സ്റ്റാൻലി അലീനയോട് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ പപ്പ, അവർ തനിച്ചല്ലല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത്.
പപ്പയ്ക്ക് വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയിലുണ്ടായ കുഞ്ഞിനെ ഇപ്പോൾ വീട്ടിൽ കയറ്റി പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആൾക്കാരെയും കൂട്ടിയല്ലേ അവർ ചോദ്യം ചെയ്യാൻ വരുന്നത്. ആ സമയത്ത് അവർ പറഞ്ഞ പപ്പയ്ക്ക് എന്നെ ഇറക്കി വിട്ടല്ലേ പറ്റുള്ളൂ. അതുമാത്രമല്ല, അങ്ങനെ വരുന്നവരുടെ മുമ്പിൽ ഞാൻ സ്വന്തം മോളാണെന്ന് പപ്പയ്ക്ക് തുറന്നു പറയേണ്ടി വരില്ലേ? എല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കപ്പെട്ട് തോറ്റവനെ പോലെ തല ഉനിച്ച് നിൽക്കുന്ന പപ്പയെ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. അത് ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല പപ്പ. അതെനിക്ക് കാണാൻ കഴിയില്ല പപ്പ. ഞാൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നത് തന്നെയല്ലേ പപ്പ നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചത് എന്നിങ്ങനെ പറയുകയാണ് അലീന. അപ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, മോളെ, സ്റ്റാൻലി ജോസഫിന്റെ മകളായ നീ ആരെയും പേടിച്ചോടുന്നവളാകരുത്. എന്ത് പ്രശ്നം ഉണ്ടായാലും മോൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. എൻ്റെ മോളാണ് നീ എന്ന് എല്ലാവരുടെ മുമ്പിൽ ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. അതിൽ എനിക്കൊരു അഭിമാനക്കുറവുമില്ല. എൻ്റെ മോളാണ് നീ, എൻ്റെ ചോരയാണ് നീ. അങ്ങനെ ഏറ്റു പറയാനുള്ള ചങ്കുറപ്പൊക്കെ എനിക്കിപ്പോൾ ഉണ്ട് മോളെ എന്നിങ്ങനെ സ്റ്റാൻലി പറയുമ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ അമ്മ ആരാണെന്ന് ചോദിച്ചാൽ പപ്പ എന്ത് മറുപടി അവരോട് പറയുമെന്ന്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തണ്ടേ പപ്പ? പണ്ട് ആഗ്രയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അമ്മയുമായിട്ട് പ്രേമത്തിലായിരുന്നുവെന്നും ആ ബന്ധത്തിൽ ജനിച്ച മകളാണ് ഞാനെന്നും ഒക്കെ. എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ ചികഞ്ഞെടുത്ത് പപ്പയ്ക്ക് ഞാൻ നാണക്കേടുണ്ടാക്കുന്നത് എന്ന് അലീന ചോദിക്കുകയാണ് കേട്ടോ. സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട അലീന. ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഒന്നും ഇപ്പൊ പഴയ പോലെ ഒരു ആത്മബന്ധമൊന്നുമില്ല. അവർക്ക് ആവശ്യമുള്ള പണം കൃത്യസമയത്ത് ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. അതാണ് അവർക്ക് സന്തോഷം. അല്ലാതെ എൻ്റെ സ്നേഹമൊന്നും അവർക്ക് ആവശ്യമില്ല. പിന്നെ അവർക്ക് എൻ്റെ സ്വത്തുക്കളും വേണം. അത് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാ എല്ലാവരും ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ. നിന്നെക്കുറിച്ച് അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. എൻ്റെ സ്വത്തുക്കളൊക്കെ കൈവശപ്പെടുത്താനാണ് നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നെന്നായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക. എൽസമ്മ ഇനി ഇങ്ങനെ ഒരു ഭർത്താവിനെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ അവളെ ഡിവോഴ്സ് ചെയ്യും. എൻ്റെ പഴയ കഥകളൊക്കെ അവർക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നതിനോട് എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനേക്കാളും ഒക്കെ വലുത് നീ തന്നെയാ മോളെ. നിന്നെ ഇവിടെ നിർത്തുന്നത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലി പറയുമ്പോഴേക്കും അലീന ഭയങ്കര സങ്കടത്തോടെ തന്നെ സ്റ്റാൻലിയെ നോക്കുന്നുണ്ട്. സ്വന്തം ഭാര്യ മക്കളെയും പോലും തള്ളിക്കളഞ്ഞ് എന്നെ ഇവിടെ നിർത്തുന്നതിൽ അച്ഛൻ ഇത്രത്തോളം റിസ്ക് എടുക്കേണ്ടി വരുന്നുണ്ടല്ലോ നോക്കുമ്പം അലീനയ്ക്കും ചെറിയ സങ്കടമൊക്കെ ആവുകയാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. മോൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. അതുപോലെ തന്നെ മോളെ ഇവിടുന്ന് ആർക്കും എങ്ങോട്ടേക്കും പറഞ്ഞു വിടാനും ആവില്ല. അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല എന്ന് അലീനയോട് സ്റ്റാൻലി തന്നെ ഉറപ്പ് പറയുകയാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം കടപ്പാട്ടൊരു വീട്ടിൽ വൈജയന്തി കിച്ചൻ ഭരണമൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. കൂടെ സഹായത്തിന് ഒരാളില്ലാതെ എല്ലാ പണികളും തന്നെത്താനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വൈജയന്തിക്കും ആകെ വല്ലാത്ത ക്ഷീണമാവുന്നുണ്ട്. വൈജയന്തി കൃഷ്ണയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, എടി കൃഷ്ണേ, എനിക്ക് വയ്യ. കിച്ചണിലെ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണില്ല. നീ കിച്ചണിലോട്ട് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ പാത്രമെങ്കിലും ഒന്ന് കഴുകിത്താ എന്നിങ്ങനെ വൈജ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണ പറയുന്നുണ്ട്, എനിക്ക് വയ്യമ്മേ. വന്നു കയറിയപ്പോൾ അമ്മ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. എല്ലാ ജോലികളും അമ്മ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം എന്നാണല്ലോ വീമ്പിളക്കിയത്. എന്നിട്ടിപ്പോൾ എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുക. എനിക്കിപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് എന്നും പറഞ്ഞ് കൃഷ്ണമോൾ അവിടുന്ന് പോവുകയാണ്. അത് കേട്ട് വൈജയന്തി നേരെ തിരിച്ച് ബബിതയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ്. എന്നിട്ട് ബബിതയോട് പറയുന്നുണ്ട്, എടി ബബിത, നീ അല്ലേ മൂത്തത്, നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ, കിച്ചണിൽ വന്ന് എന്നെ ഒന്ന് സഹായിച്ചേ. ആ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു വറുക്കി തരാം, അല്ലെങ്കിൽ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം. ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിക്കോ തുണി അലക്കുവോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിനക്ക് ചെയ്തു തന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ബബിതയും പറയുന്നുണ്ട്, എനിക്കിതൊന്നും ചെയ്യാൻ വയ്യമ്മേ. എന്നെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ അമ്മയ്ക്ക് എൻ്റെ ഇത്ര ഉത്സാഹം. കൃഷ്ണ അപ്പറേ ഉണ്ടല്ലോ, അമ്മ കൃഷ്ണയെ ചെന്ന് വിളിക്ക് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ബബിത. അപ്പോഴേക്കും വൈജയന്തിക്ക് ആകെ ദേഷ്യം വരികയാണ്. ബബിത ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിലെ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്തപ്പം അമ്മ വല്ലാണ്ടങ്ങ് മുഷിഞ്ഞല്ലേ? അലീന ചേച്ചി ഇവിടുന്ന് പറഞ്ഞു വിട്ടത് ബുദ്ധിമോശമായി പോയെന്ന് അമ്മയ്ക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ? അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സകല പണികളും ഒറ്റയ്ക്ക് ചെയ്തേനെ. ഞങ്ങളെ സഹായത്തിന് പോലും ചേച്ചി വിളിക്കാറില്ലായിരുന്നു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ തന്നെ എല്ലാം അങ്ങ് ചെയ്താൽ മതി. അലീന ചേച്ചിയോട് അമ്മയ്ക്ക് ഇപ്പൊ വല്ല സഹതാപമോ സ്നേഹമോ ഒക്കെ തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ബബിത. അപ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട്, നീ എന്തുവാടി പറയുന്നത്? ഞാൻ അവളെ സ്നേഹിക്കണമെങ്കിലേ ഞാൻ 10 ജന്മം ജനിക്കേണ്ടി വരും. ഞാൻ നിന്റെ അമ്മയാ. എന്നോട് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ മര്യാദയിൽ വേണം സംസാരിക്കാൻ. 4 നേരം ഇരുന്ന് വെട്ടി വിഴുങ്ങണമെങ്കിലേ കിച്ചണിൽ വന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു തന്നേ പറ്റുള്ളൂ. അല്ലാതെ എല്ലാം എന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയില്ല. ഒരു ആക്സിഡൻ്റായി ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് റിക്കവറായി വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ഈ വീട്ടിലെ എല്ലാ പണിയും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിക്കാൻ നോക്കുന്നത് കണ്ണീർ ചോരയില്ലാത്തൊരു പരിപാടിയാ. ഇപ്പൊ ഈ വീട്ടിലെ എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്ക് ശകലം ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ വൈജയന്തി പറയുകയാണ്. ബബിത പറയുന്നുണ്ട്, അലീന ചേച്ചി ഇവിടുന്ന് പറഞ്ഞു വിടുന്നതിന് മുമ്പ് അമ്മ ഇതൊക്കെ ചിന്തിക്കണമായിരുന്നു. കിച്ചണിലെ ജോലിയൊന്നും അമ്മയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലേ ശമ്പളം കൊടുത്ത് പുതിയൊരു സെർവന്റിനെ വെക്കുന്നതായിരിക്കും നല്ലത്.
കിച്ചണിലേക്ക് ഒരു സഹായത്തിനും അമ്മ എന്നെ പ്രതീക്ഷിക്കണ്ട, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഞാൻ പഠിക്കാൻ പോവാ എന്ന് തന്നെ ബബിതയും മറുപടി പറയുകയാണ്. അല്ലെങ്കിലും നീയൊക്കെ എപ്പോഴാടി എന്നെ സഹായിച്ചിട്ടുള്ളത്? എനിക്ക് കൂടുതൽ പണികൾ ഉണ്ടാക്കി തരികയല്ലേ ചെയ്തിട്ടുള്ളൂ. നിന്റെ ഒന്നും 7 അയൽവക്കത്തിൽ കൂടെ പോലും നന്ദി എന്നുള്ളൊരു വാക്ക് പോയിട്ടില്ല. നിനക്കൊന്നും നന്ദി എന്ന് പറയുന്ന സാധനമില്ലല്ലോ. അതെങ്ങനെയാ? ഇത്രയും നാളും അവളുടെ കൂടെ അല്ലായിരുന്നോ? അവളെല്ലാം പഠിപ്പിച്ച് പറഞ്ഞു തന്നിട്ട് പോയതായിരിക്കും. ഞാൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ കാണിക്കണമെന്ന് അല്ലേടി എന്നിങ്ങനെ ബബിതയോട് ചോദിക്കുകയാണേ. അപ്പൊ ബബിതയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ബബിത ഒന്നും മിണ്ടാതെ തന്നെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട്, നോക്കിക്കോടി, ഇന്ന് ഞാൻ കിച്ചണിൽ കയറി ഒരു സാധനം ഉണ്ടാക്കാൻ പോണില്ല. വിശക്കുമ്പോൾ നീ ഡൈനിങ് ടേബിളിലേക്ക് വാ, ഒരു സാധനം ഞാൻ ഉണ്ടാക്കി വെക്കുകയല്ല, ഇന്നെല്ലാരും വായു ഭക്ഷിച്ചാൽ മതി എന്നും പറഞ്ഞ് കലിച്ചതുള്ളിൽ തന്നെ വൈജയന്തി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അലീനയോടുള്ള ദേഷ്യം കൊണ്ട് ഒറ്റയ്ക്ക് ആ വീട്ടിലെ പണികളെല്ലാം ചെയ്യാൻ നോക്കിയെങ്കിലും വൈജയന്തിക്ക് എല്ലാം കൂടെ ചെയ്യാനാവുന്നുമില്ല. ശമ്പളം കൊടുത്ത് പുതിയൊരു സെർവന്റിനെ കൂടി ഇവിടെ വെക്കാൻ നോർത്ത ബാലചന്ദ്രനെ വിശ്വസിച്ച് ഒരാളെയും ഇനി ഇവിടെ നിർത്താൻ പറ്റില്ലെന്നുള്ളതാണ് വൈജയന്തി ചിന്തിക്കുന്നത്. അവസാനം വേറെ വഴികളൊന്നും ഇല്ലാതെ വരുമ്പോഴേക്കും രോഹിത്തിനെ വിളിച്ചിട്ട് രോഹിത്തിന്റെ കയ്യിലേക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട് വൈജയന്തി പറയുന്നുണ്ട്, എടാ നീ ടൗണിൽ പോയി നല്ല ഹോട്ടലിൽ നിന്ന് 5 പേർക്കുള്ള ഫുഡ് മേടിച്ചുകൊണ്ട് വാ, പെട്ടെന്ന് വേണം, വിശന്നിട്ട് വയ്യ എന്നിങ്ങനെ വൈജയന്തി പറയുമ്പോഴേക്കും രോഹിത് ചോദിക്കുന്നുണ്ട്, അതെന്താമേ ഫുഡ് പുറത്തുനിന്ന് മേടിക്കുന്നത്, ഇന്ന് ഈ വീട്ടിലൊന്നും വെച്ചിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണേ. അപ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് തീരെ പറ്റണില്ലായിരുന്നു, വീട്ടിലെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. നിന്റെ 2 അനിയത്തിമാരെയും വിളിച്ച് ഞാൻ സഹായത്തിന്, അവളുമാരാരും വന്നില്ല. പിന്നെ ഈ വീട്ടിലെ എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആവതിപ്പ് എനിക്കില്ല. അതുകൊണ്ട് നീ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാതെ പോയി ഫുഡ് മേടിച്ചോണ്ട് വാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ ശരി, ഞാൻ പോയി മേടിച്ചോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഹോട്ടലിൽ നിന്ന് മേടിച്ചോണ്ട് വരുന്ന ഭക്ഷണം അവർക്കെല്ലാവർക്കും ഹോട്ടലിൽ നിന്ന് രോഹിത് മേടിച്ചോണ്ട് വന്ന ഭക്ഷണം വൈജയന്തി അവർക്കെല്ലാവർക്കും തന്നെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ സ്വാദ് ഈ ഹോട്ടൽ ഭക്ഷണത്തിനാണ്, ഇനി എന്നും ഹോട്ടലിൽ നിന്ന് മേടിച്ചാൽ മതി എന്നിങ്ങനെ കൃഷ്ണമോള് പറയുമ്പോഴേക്കും വൈജയന്തിക്ക് നല്ല ദേഷ്യം വന്നു. മര്യാദയ്ക്ക് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടി, കിച്ചണിൽ എൻ്റെ കൂടെ ഒന്ന് സഹായിക്കാൻ വിളിച്ചപ്പോഴേക്കും 2 എണ്ണവും വന്നില്ലല്ലോ. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തി തരാൻ മാത്രം കാശൊന്നും എൻ്റെ കയ്യിലില്ല. നാളെ മുതൽ ഈ പരിപാടി നടക്കത്തില്ല. നാളെ മുതൽ 4 നേരവും വല്ലതും വെട്ടി വിഴുങ്ങണമെന്നുണ്ടെങ്കിൽ കിച്ചണിൽ കയറി എന്നെ സഹായിച്ചെന്നേ പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങളുടെ അമ്മയാ, അല്ലാതെ ഈ വീട്ടിലെ വേലക്കാരിയല്ല. അതുകൊണ്ട് എന്നെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. സമയാസമയത്തിന് ആഹാരം കിട്ടണമെന്നുണ്ടെങ്കിലേ എല്ലാവരും ഒന്ന് സഹകരിച്ച് നിന്നാലേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ വൈജയന്തി പറയുകയാണ്. അപ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട്, അമ്മേ, ബബിതയും കൃഷ്ണമോളും വെക്കുന്ന ചപ്പാത്തിയും കറിയും ഒന്നും വായി വെക്കാൻ കൊള്ളത്തില്ല. അതിലും ഭേദം പട്ടിണി കിടക്കുന്നതാണ് നല്ലത്. അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വായിക്ക് രുചിയായിട്ട് നല്ല ഭക്ഷണം സമയത്ത് തന്നെ കിട്ടുകയും ചെയ്തേനെ. ഇതിപ്പോ അലീന ചേച്ചി ഇവിടെ നിന്ന് എല്ലാവരും കൂടെ പറഞ്ഞു വിട്ടില്ലേ, ഇനിയിപ്പോൾ നല്ല ഭക്ഷണം കിട്ടാൻ വലിയ പാടായിരിക്കും എന്നിങ്ങനെ രോഹിത് പറയുമ്പോഴേക്കും വൈജിക്ക് അലീന എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യാട്ടോ. എന്ത് സംസാരിച്ചാലും അലീന അലീന അലീന, എല്ലാ കാര്യത്തിലും അലീനയുമായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ വൈജയന്തിക്ക് നല്ല കലിയാവുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അലീന എന്നുള്ള പേര് പോലും ഈ വീട്ടിൽ മിണ്ടി പോരുതെന്ന്. കിച്ചണിൽ പോയി കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വൈജയന്തിയും ഒരു ചെയറിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട്, എന്തൊരു കഷ്ടം അമ്മ ഇത്. അമ്മ കൊല്ലപ്പള്ളിയിലായിരുന്ന സമയത്ത് ഞങ്ങൾ എന്ത് സന്തോഷത്തോടെയായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. ഞങ്ങളെ കൊണ്ട് പറ്റും പോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നല്ല നീറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. വന്നു കയറിയപ്പോൾ തന്നെ അമ്മയല്ലേ എല്ലാം സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത്. ഞങ്ങളെ വീണ്ടും മടിയന്മാരാക്കിയത് അമ്മ തന്നെയല്ലേ. ഇപ്പോൾ അത് മാറ്റി വീണ്ടും ഞങ്ങളെ പണി ചെയ്യിപ്പിക്കാനാണോ നോക്കുന്നത്? എന്തൊരു കഷ്ടം അമ്മ ഇത് എന്നും പറഞ്ഞ് രോഹിത് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ബബിതയും പറയുന്നുണ്ട്, അതെ, രോഹിതം പറഞ്ഞത് ശരിയാ. അമ്മ കൊല്ലപ്പള്ളിയിലായിരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. അമ്മ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു ജോലിയും ചെയ്യണ്ട, ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, പോയി പഠിച്ചാൽ മതി എന്നും പറഞ്ഞല്ലേ എല്ലാം ഞങ്ങളെ കൊണ്ട് നിർത്തിച്ചത്. എന്നിട്ട് ഇപ്പം വീണ്ടും അമ്മ ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ് നോക്കുന്നത്. അതും പോട്ടെ, എന്തെങ്കിലും ചെയ്ത് സഹായിക്കാൻ ഓർത്ത് വന്നാൽ അമ്മ എല്ലാത്തിനും ഓരോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കൂടുതലും അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വരാത്തതെന്നൊക്കെ പറയുകയാണ് കേട്ടോ ബബിത. കൃഷ്ണമോളും അതേ അഭിപ്രായം തന്നെയാണ് വൈജയോട് പറയുന്നത്. 3 പേരും ഒരേ അഭിപ്രായത്തിൽ നിൽക്കുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, കൊള്ളാവടി കൊള്ളം, സ്വന്തം മക്കളുടെ വായിൽ നിന്ന് തന്നെ ഒരമ്മ ഇതെല്ലാം കേൾക്കണം. വീട്ടുവേലക്കാരത്തി എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതെല്ലാം നല്ലത്, സ്വന്തം അമ്മ എന്ത് ചെയ്താലും അതെല്ലാം തെറ്റ്. കൊള്ളം, നിന്നെയൊക്കെ ഞാൻ തന്നെയാണല്ലോ പ്രസവിച്ചത് എന്നിങ്ങനെ നമ്മുടെ വൈജയന്തി ദേഷ്യപ്പെട്ട് തന്നെ പറയുമ്പോഴേക്കും ബബിതയ്ക്ക് ദേഷ്യം വന്നിട്ട് തന്നെ ബബിത അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് കൃഷ്ണമോളും പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും അമ്മ സമ്മതിക്കില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്തും അമ്മ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. പിന്നെ എങ്ങനെ ഇത് കഴിക്കാൻ തോന്നും? ഇപ്പം ഈ വീട്ടിൽ ഒരു സമാധാനവും ഇല്ല, ഭക്ഷണം കഴിക്കാനും തോന്നുന്നില്ല. എന്തായാലും എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ബബിത എഴുന്നേറ്റ് പോയി കൈ കഴുകുകയാണ്. അപ്പോൾ വൈജയന്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ
രണ്ടുപേരും എഴുന്നേറ്റ് പോകുന്ന കാണുമ്പോഴേക്കും വൈജിക്ക് ദേഷ്യം വന്നിട്ട് തന്നെ വൈജി ചോദിക്കുന്നുണ്ട്, പിന്നെ ഇപ്പം ഇത്രയും കാശ് മുടക്കി ഈ ഫുഡ് ഇവനെ കൊണ്ട് മേടിപ്പിച്ചത് ആർക്ക് വേണ്ടിയിട്ടാ? എല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് തിന്നാനാണോ എന്നിങ്ങനെ വൈജി ചോദിക്കുമ്പോഴേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ പോലും അമ്മ സമാധാനം തരാറില്ലല്ലോ, പിന്നെ എങ്ങനെ ഫുഡ് കഴിക്കാനാമേ? എന്തായാലും ഞങ്ങൾക്ക് വേണ്ട, അമ്മയ്ക്ക് വേണ്ടെങ്കിൽ അമ്മ എടുത്തതെങ്കിൽ കളഞ്ഞേരെ എന്നും പറഞ്ഞിട്ട് തന്നെ കൃഷ്ണ അകത്തേക്ക് കയറി പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടോണ്ട് തന്നെ രോഹിത് അവിടെ ഇരിപ്പുണ്ട്. കൃഷ്ണയും ബബിതയും പോയത് കണ്ടുകൊണ്ട് രോഹിത് അവരെ നോക്കി നിൽക്കുക. ആ സമയം വൈജയന്തി രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഭക്ഷണത്തിന് മുമ്പിൽ നോക്കിയിരിക്കുന്നേ? നിനക്കും വേണ്ടേ? വേണ്ടെങ്കിൽ വെച്ചിട്ട് വെക്കോ, ആരും കഴിക്കണ്ട. എല്ലാവരും അമ്മയെ തോൽപ്പിക്കാനായിട്ട് നടക്കുമല്ലേ? ആയിക്കോട്ടെ, എന്താന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ചെയ്യേ. ഇതൊന്നും കണ്ട് വൈജയന്തി അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എന്നെ തോപ്പിക്കാൻ വരികയും വേണ്ട. എത്ര നേരം ഭക്ഷണം കഴിക്കാതിരിക്കും? വിശക്കുമ്പോൾ വന്ന് കഴിച്ചല്ലേ പറ്റുള്ളൂ, അന്നേരം കഴിച്ചോളും. അല്ലാതെ കാശ് കൊടുത്ത ഫുഡ് വെറുതെ കൊണ്ടുപോയി കളയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ ഈ വീട്ടിൽ ഞാൻ വേറെ ഭക്ഷണം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാലേ ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം എന്നും പറഞ്ഞ് വൈജയന്തി ഇരുന്ന് കഴിക്കുകയാണ്. ആരുടെയും ഒരവതാരവും എനിക്ക് വേണ്ട. അമ്മയെ സഹായിക്കാൻ പറഞ്ഞതിനാ ഇപ്പം അവളുമാർ എന്നോട് ഇത്രയും ചൂടായിട്ട് പോയത്. ഇതേ സമയത്ത് ആ നശിച്ചവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും അവളുമാർ തയ്യാറായിരുന്നല്ലോ. നിനക്കൊക്കെ ഒരു കുറവുമില്ലാതെ നിന്നെയൊക്കെ വളർത്തി വലുതാക്കി ഇത്രയൊക്കെ ആക്കിയില്ലേ? അപ്പോൾ പിന്നെ നീയൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. എല്ലാവരെയും മായയ്ക്ക് വശപ്പെടുത്തി വെച്ചിട്ട് ആ നശിച്ചവൾ പോയത്. അവൾ ഒരു കാലത്തും ഗതി പിടിക്കുകയല്ല. എൻ്റെ മക്കളെയും ഭർത്താവിനെയും എന്നിൽ നിന്ന് അകറ്റിയിട്ടല്ലേ അവൾ പോയേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അലീനയെ ശപിക്കുകയാണ് കേട്ടോ വൈജയന്തി. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ രോഹിത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. രോഹിത് ചോദിക്കുന്നുണ്ട്, അമ്മ ഇപ്പം എന്തിനാ അലീന ചേച്ചി ഇങ്ങനെ ശപിക്കുന്നേ? പാവം അലീന ചേച്ചി എന്ത് ചെയ്തിട്ടാ? അമ്മ ഒറ്റൊരുത്ത് കാരണം അലീന ചേച്ചി ഇവിടെ നിന്ന് പോയത് തന്നെ. അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്ത് നല്ലതായിരുന്നു. എല്ലാ കാര്യങ്ങളും അലീന ചേച്ചി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീടിനകത്ത് എന്തൊരു സമാധാനം ഉണ്ടായിരുന്നു. അതെല്ലാം ഒറ്റ ദിവസം കൊണ്ടല്ലേ ഇല്ലാതായത്. ആ പാവം എല്ലാം ഉപേക്ഷിച്ച് പോയി. എന്നിട്ടും അതിനൊരു സമാധാനം കൊടുക്കുകയില്ല. അപ്പോഴും അവിടെ ഗതി പിടിക്കുകയില്ലെന്നും പറഞ്ഞ് പ്രായിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് രോഹിത് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. വൈജയന്തി പറയുന്നുണ്ട്, പ്രാകും. അവൾ ഒറ്റൊരുത്തി കാരണമാണ് എനിക്ക് ഈ അവസ്ഥ ഉണ്ടായതും ഞാനിപ്പോൾ ഈ കിടന്ന് അനുഭവിക്കുന്നതുമെല്ലാം. സ്വന്തം മക്കളുടെ മുമ്പിൽ പോലും എനിക്കൊരു വിലയില്ലാതാക്കിയത് അവളല്ലേ. അവളെ ഞാൻ പിന്നെ പൂവിട്ട് പൂജിക്കണോ? നീ പോലും അവളെ ആദ്യം എങ്ങനെയാ കണ്ടിരുന്നത്? നിന്നെ പോലും അവൾ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ മയക്കിയെടുത്തില്ലേ? അപ്പോൾ പിന്നെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലും അതിശയമുള്ളൂ. ഈ വീട്ടിലെ എല്ലാവരും അവളുടെ സൈഡാ. ഈ വീട്ടിലെ എല്ലാവർക്കും അവള് മതി. സ്വന്തം അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആർക്കും അതിനൊരു വിലയില്ല. സ്വന്തം അമ്മ പറയുന്നത് കേൾക്കാനോ അമ്മയെ സഹായിക്കാനോ ആർക്കും കഴിയില്ല. അവളെ ഓർത്തിരുന്ന് കരയാനും അവളെ വാതോരെ ഇരുന്ന് പുകഴ്ത്ത് സംസാരിക്കാനും ഒക്കെ ഇവിടെ എല്ലാവർക്കും സമയമുണ്ട്. ആയിക്കോട്ടെ, ഇപ്പം ഞാനൊന്നും പറയുന്നില്ല. എല്ലാം നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. ഇതെല്ലാം കേട്ട് മടുത്തിട്ട് രോഹിത്ത് പറഞ്ഞുണ്ട്, അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്, എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് എഴുന്നേറ്റ് കൈ കഴുകി മുകളിലേക്ക് കയറി പോവുകയാണ്. മക്കൾക്ക് വേണ്ടി പുറത്തുനിന്ന് ഫുഡ് മേടിച്ചു കൊടുത്തിട്ടും മക്കൾ ആരും തന്നെ വേണ്ട രീതിക്ക് പരിഗണിക്കുന്നുമില്ല. എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപവാക്കുകളും മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഓർത്ത് വൈജയന്തി ആകെ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്